ഹലോ ഗായ്സ്, നമുക്കും അങ്ങനെ പുതിയൊരു ചങ്ങായിയെ കിട്ടിയിരിക്കുകയാണ്. യുറേക്ക ഫോക്സിന്റെ എൽ വാക് വോയിസ് പ്രോ. നമ്മുടെ വീടൊക്കെ ക്ലീൻ ചെയ്യാൻ നമുക്കൊരു അസിസ്റ്റന്റിനെ തപ്പി നടക്കുകയായിരുന്നു. അങ്ങനെ നമുക്കും കിട്ടിയിട്ടുണ്ട് പുതിയൊരു റോബോ വാക്വം ക്ലീനർ. ഇന്ന് നമ്മൾ പറയുന്നത് ഇതിനെ പറ്റിയാണ്. ഈ വാക്വം ക്ലീനറിന്റെ ഫീച്ചേഴ്സ്, അതുപോലെ ഒരു ഒരു ഷോർട്ട് റിവ്യൂ. നമ്മൾ ഉപയോഗിച്ച് നോക്കുന്നതേ ഉള്ളൂ. ഇപ്പോഴ് ഫസ്റ്റ് നമുക്ക് കിട്ടി, നമ്മളത് അൺബോക്സ് ചെയ്തു, ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കുകയാണ്. അപ്പോ അതിനെ പറ്റിയുള്ള ഒരു ഷോർട്ട് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറായിട്ട് തോന്നിയത് ഇതിന്റെ എഡ്ജ് സെൻസിങ് ആണ്. അതായത് നമ്മുടെ സ്റ്റെപ്പിലൊക്കെ ഇത് എത്തുകയാണെങ്കിൽ ഇപ്പൊ കാണുന്നത് പോലെ തന്നെ അതിന്റെ എഡ്ജ് സെൻസ് ചെയ്തിട്ട് അത് അതിന്റെ ബാക്കിലേക്ക് തിരിച്ചു പോകും. ഇതൊരിക്കലും താഴേക്ക് വീഴത്തില്ല. സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇത് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അതിന്റെ 4 ഭാഗത്തും സെൻസറുകൾ വരുന്നുണ്ട്. ഈ സെൻസറുകളാണ് സ്റ്റെപ്പുകൾ ഐഡന്റിഫൈ ചെയ്തിട്ട് താഴേക്ക് വീഴാതെ ഇതിന് വേണ്ട സുരക്ഷ ഒരുക്കുന്നത്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ചാർജ് തീരുകയോ അല്ലെങ്കിൽ ഇതിന്റെ ജോലിയൊക്കെ ചെയ്ത് കഴിയുകയോ ചെയ്ത് കഴിഞ്ഞാൽ നേരെ വന്ന് അതിന്റെ ചാർജിങ് സ്റ്റേഷൻ എവിടാണോ അല്ലെങ്കിൽ അതിന്റെ ചാർജിങ് ഡോക്ക് എവിടാണുള്ളത് അവിടേക്ക് വന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അത് ചാർജിങ് ഡോക്കിലേക്ക് കയറിക്കൊള്ളും. ഒപ്പം ചാർജ് കുറവുണ്ടെങ്കിൽ അത് ചാർജ് ചെയ്യുകയും ചെയ്യും. നമ്മൾ പ്രത്യേകിച്ച് യാതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് തനിയെ തന്നെ ചാർജിങ് സ്റ്റേഷനിലെത്തി ചാർജ് ചെയ്തോളൂ. വീട് ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സമയം ഉണ്ടെങ്കിലും ശരി, സമയം ഇല്ലെങ്കിലും ശരി, വീട്ടിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും ശരി, ജോലിക്ക് പോകുന്നവരാണെങ്കിലും ശരി, വീട് ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇനി നമുക്ക് അതിനെപ്പറ്റി വലിയൊരു ടെൻഷൻ വേണ്ട. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമ്മുടെ വീട് ക്ലീൻ ചെയ്യുന്നതിനും കാർപ്പറ്റ്, മാറ്റ്, വീട്ടിലെ പൊടിയൊക്കെ തുടച്ച് വൃത്തിയാക്കി തരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു സാധനം മേടിച്ചിരിക്കുകയാണ്. യുറേക്ക ഫോക്സിന്റെ റോബോ എൽ വാക് വോയിസ് പ്രോ എന്ന് പറയുന്ന മോഡലാണ്. ഇനിയിപ്പോ ഓഫീസിലാണെങ്കിലും ശരി, വീട്ടിലാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി, നമുക്ക് ഒന്ന് നെറ്റ്വർക്കിൽ കണക്ട് ചെയ്ത് ഇന്റർനെറ്റ് കണക്ട് ചെയ്തിട്ടിരുന്നാൽ എവിടെ നിന്ന് നമ്മുടെ വീട് നമുക്ക് ക്ലീൻ ചെയ്യാം. ഇതിന്റെ പ്രവർത്തനം വളരെ സിമ്പിൾ ആണ്. ഇതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു മെയിനായിട്ട് ഒരു പവർ ബട്ടൺ വരുന്നുണ്ട്. ഈ പവർ ബട്ടൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ 2 ലൈറ്റ് കാണുന്നുണ്ട്. 2 സ്വിച്ചസ് ആണ്. ഒന്ന് സ്റ്റാർട്ട് ബട്ടൺ ആണിത്. ഇത് വരുന്നത് ഹോം ബട്ടൺ ആണ്. സ്റ്റാർട്ട് ബട്ടൺ ഓൺ ആകുമ്പോൾ തന്നെ ഇതിന്റെ വോയിസ് പ്രോംപ്റ്റും ഒരു ചെറിയൊരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടോട് കൂടി വരും. ഇത് റെഡി ആകുമ്പോൾ അതിനുശേഷം നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതിന്റെ ക്ലീനിങ് ഫംഗ്ഷൻ ആരംഭിക്കും. എഡ്ജ് ഡിറ്റക്ഷൻ ഫെസിലിറ്റിയോടുകൂടി എഡ്ജ് ഡിറ്റക്ഷൻ സെൻസർ ഉള്ളതിനാൽ നമുക്കിത് താഴേക്ക് വീണു പോകും അങ്ങനെയുള്ള ഭയമൊന്നും വേണ്ട. വളരെ കൃത്യതയോടുകൂടി അതിന്റെ പാത്തിൽ ഇത് ക്ലീൻ ചെയ്തുകൊള്ളും. അതോടൊപ്പം തന്നെ ഇതിനകത്ത് നമുക്ക് ഇതിന്റെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് വീണ്ടും ആ ബട്ടൺ തന്നെ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് ഇതിന്റെ ക്ലീനിങ്ങിന്റെ ഫംഗ്ഷൻ സ്റ്റോപ്പ് ആയിക്കൊള്ളും. പിന്നീട് നമുക്ക് ഇതിന്റെ ചാർജിങ് ഡോക്കിലേക്ക് മാനുവലായിട്ട് പോകേണ്ടതുണ്ടെങ്കിൽ ഹോം ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തനിയെ അതിന്റെ ചാർജിങ് ഡോക്കിലേക്ക് പോയിക്കൊള്ളും. ചാർജിങ് ഡോക്കിൽ പോയി ചാർജ് ചെയ്തോളും. ഏകദേശം ഫുൾ ചാർജ് ആവാൻ എടുക്കുന്ന സമയം 5.5 മുതൽ 6.5 മണിക്കൂർ വരെയാണ്. അതോടൊപ്പം നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് ഇതിന്റെ ഡസ്റ്റ് എടുത്ത് കളയുന്നത് എന്ന് നോക്കാം. ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് ഇവിടെ ഒരു ട്രേ ഉണ്ട്. ഇതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ട്രേ ഉരിഞ്ഞു വിടും. അതിനുശേഷം നമുക്ക് ഈ ഡസ്റ്റ്ബിന്നെ നമുക്ക് സെപ്പറേറ്റ് ആയി ഊരിയെടുക്കാം. അതിനുശേഷം ഇവിടെ ഒരു ചെറിയൊരു ആരോ മാർക്ക് കൊടുത്തിട്ട് ഇവിടെ പ്രസ് ചെയ്ത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ വലിച്ചെടുത്ത പൊടികൾ, ഇത്രയും സമയം കൊണ്ട് ഇത് വലിച്ചെടുത്ത പൊടിയാണിത്. പൊടിയുണ്ട്, ഉറുമ്പുണ്ട്, മുടിയുണ്ട്, എല്ലാം വളരെ വ്യക്തമായിട്ട് വലിച്ചെടുത്ത് ഇതിലുണ്ടാവും. ഇത് നമുക്ക് പുറത്തു കൊണ്ടുപോയി തട്ടിക്കളയാവുന്നതാണ്. അതുപോലെ തന്നെ സിമ്പിളായിട്ട് ഇതിനെ നമുക്ക് ഡിഅസംബിൾ ചെയ്ത് വെക്കാനും പറ്റുന്നതാണ്. നമുക്ക് ഇതിന്റെ പാക്കേജിന്റെ കൂടെ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രഷ്, അഡീഷണൽ ഒരു ക്ലീനിങ് ബ്രഷ് വന്നിട്ടുണ്ട്. ഒരു ഫിൽറ്റർ അഡീഷണൽ വന്നിട്ടുണ്ട്. അതോടൊപ്പം 2 ക്ലീനിങ് ക്ലോത്ത് കൂടെ വന്നിട്ടുണ്ട്. ഇത് നമുക്കിനിയിപ്പം തുടയ്ക്കുന്ന ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് തന്നെ ഇവിടെ ഈ ക്യാവിറ്റിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒരു ക്ലീനിങ് ഏജൻസും ആഡ് ചെയ്യരുത്, കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. അതോടൊപ്പം അതിനുശേഷം ഈ മെറ്റീരിയൽ, ഈ സാധനം, ഈ അറ്റാച്ച്മെന്റ് നമുക്കിവിടെ
2 ഹോളുണ്ട്, ഇതിനകത്ത് ഫിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും തിരികെ നമ്മുടെ വാക്യൂം ക്ലീനറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അസംബിൾ ചെയ്യാൻ വീണ്ടും വളരെ സിമ്പിളാണ്. നമ്മുടെ ക്ലീനിങ് ക്ലോത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ആ വോയിസ് നമുക്ക് കേൾക്കാം. നമ്മൾ ഡസ്റ്റ്ബിനും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നുള്ള വോയിസ് നമുക്കത് പറഞ്ഞു തരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വീണ്ടും ഫംഗ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ക്ലീനിങ് വിത്ത് വാട്ടർ അത് ചെയ്യാൻ പറ്റുന്നതാണ്, തുടച്ച് എടുക്കാവുന്നതാണ്.